നീ ഗിരിയും പീതാംബരനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറ. പീതാംബരന് കുറ്റവെക്കാൻ കാശ് കൊടുത്തത് ഗിരിയ. എന്റെ ദൈവമേ, അവനെന്തിനാ അങ്ങനെ ചെയ്തതാ? ആ ഗോപാൽജിക്ക് വേണ്ടി, അല്ലാതെ എന്തിനാ? അപ്പോ അയാളാണ് മാധവനെ കൊന്നതെന്ന് ഗിരിക്ക് ഇത്രയും കാലമായിട്ട് അറിയായിരുന്നോ? എന്നിട്ടും ആ ദുഷ്ടന്റെ പുറകിൽ നടക്കാൻ അവന് ഉളുപ്പ് തോന്നിയില്ലേ? അവൻ ഇപ്പോഴും ആ ഗോപാലെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബോധം പോയി കഴിഞ്ഞു. ഇതറിഞ്ഞ മഞ്ജു എത്രമാത്രം വിഷമിക്കും. അവന്റെ കുഞ്ഞിനെയല്ലേ അവള് ചുമക്കുന്നത്. അവളോട് ഇങ്ങനൊരു ചതി ചെയ്യാൻ അവൻ എങ്ങനെ തോന്നി? അവൾക്കല്ലെങ്കിലും മാധവൻ സാറിന്റെ മരണത്തിൽ ഗിരിക്ക് പങ്കുണ്ടെന്ന് സംശയമുണ്ട്. അതിനെ ചൊല്ലി അവര് തമ്മിൽ വലിയ വഴക്ക് കിടന്നുകൊണ്ടിരിക്കുക. നീ എത്രയും പെട്ടെന്ന് ഇത് മഹിമയെ അറിയിക്കണം. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അവളിതറിഞ്ഞാ അക തകർന്നു പോയില്ലേ? നീ മിണ്ടരുത്. അവള് തകർന്നു പോകോ എന്നുള്ളതല്ല നിന്റെ പേടി. അവള് സത്യം അറിഞ്ഞ ഗിരിയോട് എങ്ങനെ പ്രതികരിക്കും എന്നാണ് നിന്റെ പേടി. അവനെ സംരക്ഷിക്കാൻ നോക്കി സ്വന്തം കുടുംബജീവിതം ഇല്ലാതാക്കരുത്. നീ അവനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും അവൻ ഗോപാലിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും വലിയ വ്യത്യാസമൊന്നുമില്ല. തെറ്റ് ചെയ്യുന്നവർ എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും അത് ചൂണ്ടിക്കാണിക്കണം. എന്നിട്ട് നന്നാവുന്നില്ലെങ്കിൽ അവരെ വിട്ടുകളഞ്ഞേക്കണം. ഈ രഹസ്യം ഉള്ളിൽ കൊണ്ട് നടന്നാൽ അത് നിന്റെയും മഹിമയുടെയും ബന്ധത്തെ ബാധിക്കും. അവൾ നിന്നെ അത്രമാത്രം വിശ്വസിച്ചിറങ്ങി വന്ന പെണ്ണ. അവളിൽ നിന്ന് നീ ഒന്നും മറച്ചു വെക്കരുത്. ഈ സത്യം നീ മറച്ചു വെച്ചോന്ന് അവൾ അറിഞ്ഞ നിന്നോട് അവൾ ഒരിക്കലും ക്ഷമിക്കില്ല. നീ മഹിമയോട് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും. അമ്മ എന്റെ തലയത്തോട്ട് സത്യം ചെയ്തതാ. ഓ, എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. മര്യാദയ്ക്ക് അവളോടെല്ലാം പറയുന്നതാ നിനക്ക് നല്ലത്. എടാ മോനെ, അമ്മ നിന്റെ നല്ലതിന് വേണ്ടി പറയുന്നത്. ഗിരി ചെയ്ത തെറ്റ് നീ ആവർത്തിക്കരുത്. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ല. ഇപ്പൊ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലുതും മഹിമയാ. അത് നീ മറക്കരുത്. കൊണ്ടോണേ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ക്യാമ്പസിലേക്ക് എന്റെ രണ്ടാം വരവാണിത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ എന്നെയും ബിബിയെയും ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. ആ പോലീസുകാരുടെ അനിയത്തിയുമായി ഞങ്ങൾ വഴക്കായപ്പോ ഞങ്ങൾക്കെതിരെ അവർ കള്ളക്കേസുണ്ടാക്കി. ജയിലിൽ ഞങ്ങൾ ഒരുപാട് ക്രൂര പീഡനങ്ങൾക്ക് ഇരയായി. ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളെ വിട്ടുപോയി. പക്ഷേ സത്യത്തെ അധികകാലം മറച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. കോടതിയിൽ ഞങ്ങൾക്കെതിരെ ഫയൽ ചെയ്തത് കള്ളക്കേസാണെന്ന് തെളിഞ്ഞു. ഞങ്ങളെ കോടതി വെറുതെ വിട്ടു. ഇവൻ എന്തൊക്കെയായി പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇനി അങ്ങോട്ട് നിങ്ങളോടൊപ്പം ഞാനും ബിബിമോനും ഈ ക്യാമ്പസിൽ തന്നെ ഉണ്ടാവും. ജയിലിൽ നിന്ന് ഇറങ്ങിയ ആളോട് സമൂഹം മോശമായിട്ടാണ് പ്രതികരിക്കുക. പക്ഷേ ഞങ്ങളുടെ കേസിന്റെ സത്യാവസ്ഥ നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങളെ വെറുക്കാതെ നിങ്ങളിൽ ഒരാളായി ഞങ്ങളെ അംഗീകരിക്കുമെന്ന് കരുതുന്നു. പിന്നെ ഞങ്ങൾക്ക് വീണ്ടും ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സഹായിച്ച ഈ കോളേജിനും ഇവിടുത്തെ മാനേജ്മെന്റിനും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇവന്റെ ശല്യം തീർന്നു എന്ന് കരുതിയതാ. ഇപ്പൊ വീണ്ടും തുടങ്ങി. ഇനി ഇവൻ എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ ഉണ്ടാക്കാൻ പോകുന്നത്? എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്രസംഗം? ഇവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നു. എന്താ കുഴപ്പം? നിന്നെയും നിന്റെ ചേച്ചിയൊക്കെ ഞാൻ പ്രസംഗത്തിൽ പരാമർശിച്ചില്ലേ? പിന്നെ പേരെടുത്ത് പറയാത്തത്
നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന കരുതിയിട്ട് മാത്രം. അബി, തിരിച്ച് കോളേജിൽ കയറിയെന്ന ധൈര്യത്തില് വെറുതെ മഹിമയെ ശല്യം ചെയ്യാൻ നടക്കണ്ട. നീ കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങളെല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്ന മാനേജ്മെന്റ് അല്ല ഇപ്പോ ഉള്ളത്. ഞങ്ങൾ ജയിലിൽ കിടന്നിട്ട് മേഡം വരുന്നത്. ഞങ്ങൾ ഇങ്ങനെയുള്ള ഓലപ്പാമ്പൊന്നും കാണിച്ച് പേടിപ്പിക്കല്ലേ. നീയല്ലേ പറഞ്ഞത് ഇനി ഞാൻ ഈ ക്യാമ്പസിൽ തിരിച്ചു വന്നാ എന്റെ വിധിയായിരിക്കുമെന്ന്. ഇപ്പൊ എന്റെ കൂടെ നിൽക്കാൻ കുറച്ച് കൂട്ടുകാരുണ്ട്. അതിനി വരും ദിവസങ്ങളിൽ കൂടുകയുള്ളൂ. അമ്മയെ തല്ലിയ രണ്ട് ഭാഗം സംസാരിക്കുന്ന ഈ നാട്ടിൽ എന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് പറയുന്നവരും ഉണ്ടാവില്ലേ? ഈ ക്യാമ്പസിൽ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായ കുറച്ചു പേരെ നിന്റെ പുറകിൽ നിർത്താൻ നിനക്ക് കഴിഞ്ഞു എന്ന് കരുതി ഇത്രയും അഹങ്കരിക്കരുത്. ഒരു പ്രശ്നം വന്നാ ഇവരാരും നിന്റെ കൂടെ നിൽക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ആവശ്യമില്ലാതെ ഷോ കാണിക്കാൻ നിന്നാ നീ ഉറപ്പായും പ്രശ്നത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും. പ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നേ. ഞങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്ന സംശയം തോന്നിയപ്പോ തന്നെ ഗിരിയേട്ടൻ ഞങ്ങളെ കാണാൻ വന്നിരുന്നു. നന്നായി ഒന്ന് പെരുമാറുകയും ചെയ്തു. ഇനി അങ്ങനെ എന്തെങ്കിലും കലാപരിപാടിയുമായി അയാൾ വന്ന മുകുന്ദൻ അറസ്റ്റിലായിപ്പോ സംഭവിച്ച ഓർമ്മയില്ലേ? അടുത്തതായി എന്റെ കാല് പിടിക്കേണ്ടി വരിക മഞ്ജു ആയിരിക്കും. ഞങ്ങളെ ബഹുമാനിച്ച് അകലം പാലിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. എന്നാ പിന്നെ പോട്ടെ. ഇവന്മാര് പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല തിരിച്ച് ക്യാമ്പസിലേക്ക് വന്നത്, നിന്നെ ലക്ഷ്യം വെക്കാൻ തന്നെയാ. ഒരു തവണ ജയിലിൽ പോയതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മാനസികാവസ്ഥ അവർക്കുണ്ടായിരിക്കും. മഹിമ നന്നായി സൂക്ഷിക്കണം. ഞാൻ നോക്കിക്കോളാം ഡോക്ടർ. ചെന്നവളോടെല്ലാം പറ. അമ്മയോട് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട, നാളെ പറയാം. മര്യാദയ്ക്ക് അവളോട് ഇപ്പൊ തന്നെ എല്ലാം പറഞ്ഞോണം. നീ പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയും. ദേ, അമ്മേനെ തലത്തോട്ട് സത്യം ചെയ്തതാ. ഇപ്പൊ തന്നെ നീ അവളോട് കാര്യം പറഞ്ഞില്ലെങ്കിലേ ഞാൻ തന്നെ നിന്റെ തല തല്ലി പൊട്ടിക്കും. വാടാ ഇങ്ങോട്ട്. വരാൻ വാ. മോളെ, മുകുന്ദനെ നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. എന്തു പറ്റി വക്കീലേ?